ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ വിശ്വട്ടം പറഞ്ഞു ഇവിടെ ആളെ ആളില്ലേ മോള്? നീ ആ പെട്ടി ഇങ്ങോട്ട് കഴിച്ചോ. ആ എന്തൂട്ട് തേങ്ങയായാലും വേണ്ടില്ല, ഒന്നുകിൽ സൂപ്പർ സ്റ്റാർ വേണം, ഇല്ലെങ്കിൽ നമ്മുടെ നിഷയുടെ പോലെ ഐറ്റം വേണം. ഞാനിവിടെ പുണ്യം കിട്ടാനൊന്നുമല്ലോ തുറന്നു വെച്ചേക്കണത്. പുതുമുഖങ്ങളുടെ പടം എന്നൊക്കെ പറഞ്ഞാ നമ്മുടെ തിയേറ്ററിൽ കളിക്കാൻ പറ്റില്ല കേട്ടാ. ഒരു വിധത്തിലാ പിടിച്ചു നിൽക്കണത്. ഞാൻ പോണാ വെച്ചേ. ഹൈ, മനുഷ്യനിവിടെ ഒരു വിധത്തിലേ 2 തുണ്ടുപടമൊക്കെ കളിച്ച് തട്ടി മുട്ടി അങ്ങോട്ട് കഴിഞ്ഞു പോവാ. അപ്പോഴാ ഓന്റെ ഒരു പുതുമുഖങ്ങളുടെ പടം നമ്മുടെ ഐറ്റത്തിൽ ലഭിച്ചു. പിന്നെ ഇത്തവണ നിഷ തകർത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റും 2 കുളിസീനുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റേ ഉള്ളൂ. എന്താ ഇത് കണ്ടോ? എന്താ ഇത്? കീറി കളയത് അച്ചു കാണണ്ട. അവളുടെ ഒരു വേഷം. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്ക് പോയിന്റിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അശ്ലീല ചിത്രങ്ങളുടെ അതിപ്രസരത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഓമന ജോസഫ്, പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കണ്ണൻ പിണ്ടിമന, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, നിർമ്മാതാവ് ശ്രീ ഫിലിപ്പ് വടക്കൻ, പിന്നെ സ്റ്റുഡിയോയിലെ ഓഡിയൻസും. ശ്രീമതി ഓമനയിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്ലീല ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്കാരത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചർച്ചാ വിഷയമാവേണ്ടത് കേരളത്തിലെ ആണുങ്ങളുടെ സംസ്കാരമാണ്. ഒരുതരം വോയറിസ്റ്റിക് പ്ലഷറിൽ പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ പുരുഷന്മാർ. അതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തുടർച്ചയായി വിജയിക്കുന്നത്. മാഡം, ആണുങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ സിനിമകൾ അഭിനയിക്കുന്ന സ്ത്രീകളെ പറ്റി നിങ്ങളെന്ന് പറയുന്നു. നിഷ, രേഷ്മ, സജന. ഇത്തരത്തിലുള്ളൊരു ചിത്രം നിർമ്മിച്ച ഒരാളെന്ന നിലയ്ക്ക് മിസ്റ്റർ ഫിലിപ്പ് വടക്കന് എന്താണ് ഈ പ്രവണതയെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇത്ര പോസ്റ്റ്മോർട്ടം ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാണികൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിനിമയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ അതൊക്കെ കാണുവര്. പിന്നെ 2 സൂപ്പർ സ്റ്റാറുകൾ വെച്ച് പടം ചെയ്ത ഒരാളാണ് ഞാൻ. ഈ 2 ചിത്രങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീർത്തത് ഈ ഒരൊറ്റ നിശാ ചിത്രം കൊണ്ടാണ്. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിംഗിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റർ ഒട്ടിച്ച് നിറച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാൻ ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ. ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു? മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവർ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പെട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും. ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. 100 മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. വേർത്തണ്ടില്ലേ അവന്റെ അമ്മയുടെ ഒരു സാരി. ഈ സാരി കൊടുത്ത് ഞാൻ വേലക്കാരിയായിട്ട് അഭിനയിക്കണം. മുട്ടുവരെ പൊക്കി കുത്തി കുനിഞ്ഞിരുന്ന നിലം തുടയ്ക്കണം. കുനിഞ്ഞുകുനിഞ്ഞങ്ങോട്ട് കുനിയാൻ പറയുന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഇറക്കാൻ കുറെ അവന്മാർക്ക് അത്ര കളഞ്ഞാ പോരെ. അഴുത പോലെ കുറയണം മാർന്നോളും സാധാചാര മൂർത്തികൾ. ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോന്ന്?
വീടും ആരാധകർ. ആരും വരുന്നതിന്റെ അഭിനയം കാണാനൊന്നും അല്ല, മൂടും കാണാൻ വേണ്ടി തന്നെയാ. മടുത്തടോ, ശരിക്കും മടുത്തു. എന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. ഇപ്പൊ വേറെ ശവം, ഇത്തിരി മാംസം മാത്രം ബാക്കിയുള്ള ശവം. ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തു നിൽപ്പുണ്ട്. ഞാനൊരു പെണ്ണല്ലേടോ, ആരോടൊക്കെ വാശി തീർക്കാൻ വേണ്ടി തുടങ്ങിയതാ. അതെങ്ങനെയായി? ഒന്നും വേണ്ടായിരുന്നു. ഇനിയിപ്പോ പരാതി പറഞ്ഞിട്ടെന്തിനാ? നീ ഭക്ഷണം കഴിച്ചോ? സാവിത്രി പോയി കിടന്നു. மல்லே கொஞ்சம் சீக்கிரம் மாமா. இது உள்ள வச்சுட்டு வந்துடுறேங்க. ஹலோ அம்மா. സെൽവണ്ണ, അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഇതുവരെ വന്നില്ല. யாரு? அந்த செட்டியாரா? அவரு கண்டிப்பா வந்துடுவாரு. ഓ, என்னாச்சுங்க? ஒண்ணும் இல்ல, நீ யாரு? ഈ ചെട്ടിയാർ സാറിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നത് നിന്റെ ഭാഗ്യവണ്ണേ. സാറൊന്ന് കരിഞ്ഞ. ആ, നീ നാളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സെക്സ് ബോംബാ. நான் ஏத்தி விட்டாங்கத்தா. இந்த கோலிவுட்டிலும் பாலிவுட்டிலும் தோலிவுட்டிலும் கோட்டி கட்டி பறக்குறாங்க. ദേ വിളിക്കുന്നു. നിഷ. ഹലോ മാഡം. കുമാരെ, ചെട്ടിയാർ സാർ അഡ്വാൻസുമായിട്ട് ആളെ വിടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആരും കണ്ടില്ല. സാറ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അയ്യോ, ഇതുവരെ എത്തിയില്ലേ? ഞാനൊന്ന് സാറിനെ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. നിഷ முண்டோ, அந்த பொண்ணை வச்சு நான் 2 படம் பண்ணேன். எந்த அட்ஜஸ்ட்மெண்ட்டுக்கு நிக்காம அவ 2 படத்துல என்ன ஏமாத்திட்டேன். காசும் அதிகமா വാങ്ങിട്ടേ. അവളുടെ കാര്യം ഇനി പോക്ക. അഡ്വാൻസ് കൊടുത്തവര് പോലും തിരിച്ചു ചോദിക്കുന്നെന്നാ കേട്ടത്.
ഹലോ ഹലോ നിജീബേ, ഇക്ക നിങ്ങള് ഇപ്പൊ എവിടെന്നാ? ഞാൻ നാട്ടീന്നാ. ഒരു വിവരം അറിയിക്കാണ്ട്. എന്താക്കാ? എൻ്റെ ഉമ്മ പോയി നജീബേ. കുറച്ച് കാലായി. എന്നെ അറിയിക്കാൻ കുറെ ശ്രമിച്ചു. എവിടെയെന്നറിയണ്ട എങ്ങനെയാ. സാവിത്രി, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. എനിക്ക് വയറ്റിലുണ്ടോന്നൊരു സംശയം. നമുക്കിത് വേണ്ട. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. നീ എന്താ പറഞ്ഞേ? അതങ്ങനെ നീ മാത്രം തീരുമാനിക്കണ്ട സാവിത്രി, പ്ലീസ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യ നീ പറയണേ. നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമുക്ക് ആ കുട്ടീനെങ്കിലും മര്യാദയ്ക്ക് വളർത്തണം. എങ്ങനെ വളർത്തുന്നാ പറഞ്ഞു വരുന്നത്? തെണ്ടുവോ? പിന്നെ പടച്ചോൻ കാണിച്ച വഴിയിലൂടാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നേ. നീ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന്. ഇതിലേക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നതായിരിക്കും അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. സാവിത്രി, 10 ആളുടെ മുന്നിൽ തല കുനിക്കാതെ നടക്കാൻ പറ്റുമോ കുട്ടിക്ക്? അച്ഛനും അമ്മയും വലിയ പേരാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്നുള്ള പാപം കൂടി തലേക്കേറ്റി വെക്കരുത്. പിന്നൊരു പ്രസവം കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിക്കൂ? വളർത്തും പോലും. എനിക്കൊന്നും കേൾക്കണ്ട. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. എനിക്കിതിനെ വേണ്ട. ഒരു തള്ളയാവുള്ള യോഗമൊന്നും നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടടി. ഒരു 30. അവനെ മനസ്സിലായോ? ആരാ? പുതുവസന്തത്തിലെ നായകൻ. ഓ, നിഷയുടെ. ഒന്ന് മുട്ടിയാലോ? പുതുവസന്തത്തിലെ നായകനല്ലേ? എനിക്കറിയാം. ഒരു റിപ്പീറ്റ്. ഡേ, സാറിനൊരു പെഗ് കൊടുക്കടേ. എന്റെ കൊച്ചനെ, നിങ്ങളെ പോലൊരു ഭാഗ്യവാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ നിഷയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു, അവളെ തന്നെ കൂടെ പൊറുപ്പിക്കുകയും ചെയ്തു. അതെ, ഞാനൊരു തനി അച്ചായന. വേറെ വേഷം ഒന്നും വിചാരിക്കണ്ട. അവളുടെ പൊക്കിള് കണ്ട അന്നു പോലും തുടങ്ങിയതാ. ഒരേ ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആശാൻ പറ, എന്നാ വേണം? എന്ത് കോലാണ്ടത്? നല്ല യാത്രാക്ഷീണുണ്ട്. എൻ്റെ ഉമ്മ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഓരോരു വശം തളർന്നു വീണ്. കുറെ നാൾ കോട്ടയ്ക്കലൊക്കെ കിടന്ന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ പടച്ചോന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. നാട്ടുകാരും പള്ളിക്കാരൊക്കെ മൂസാജിനെ ഒറ്റപ്പെടുത്തി. കച്ചവടവും വീടും ഒക്കെ പോയി. ഒരു മനുഷ്യായുസില് ഇതീ കൂടുതലൊക്കെ എന്തനുഭവിക്കാനാ?
നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എൻ്റെ നിക്കാഹ് കഴിഞ്ഞ് 2 കുട്ടികളായി. ഇരട്ടകളാ, 2 പെണ്ണ്. അതുകൊണ്ട് ഇപ്പം ഞമ്മക്ക് പ്രാരാബ്ദമായി. പിന്നെ സൈനബ് ഇപ്പം സൗദിയിലാ. അന്നെ കുറെ കാത്ത്. നമസ്കാർ. ആ, എനിക്ക് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പം വേണ്ട നജീബേ. ആ നാട്ടിലേക്ക് അന്നേം കുട്ടി പോവാച്ചാ അത് ശരിയാവൂല. നിങ്ങളുടെ ഭാര്യ എന്നെ തിരിച്ചറിഞ്ഞ പ്രശ്നമല്ലേ? ഛേ, അതുകൊണ്ടല്ലടാ. നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്ക്. ഏയ് വേണ്ട. എന്തിനാണ്ടാ? ഇത് വെച്ചോ. വേണ്ടാന്ന്. നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. എന്നമ്മാ? അണ്ണാ നജീബ് വന്നിരുന്നു അവിടെ. ഇല്ലമ്മാ, എന്നാച്ച്? നജീബിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നീങ്ക ടെൻഷൻ ആവാതമ്മാ. ഞാൻ ട്രൈ பண்ணி திரும்பி கூப்பிடுறேன். கண்டிப்பா.